മുംബൈ ഭീകരാക്രമണ കേസിൽ വെളിപ്പെടുത്തലുമായി തഹാവൂർ റാണ തീവ്രവാദ ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നു. ISIക്കും പാകിസ്ഥാൻ സേനയ്ക്കും ആക്രമണത്തിൽ നേരിട്ട് പങ്കെന്നും റാണ മൊഴി നൽകി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതം ആമ്രകുഞ്ചം നമുക്കൊപ്പം ചേരുകയാണ്. ഗൗതം, പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് മുംബൈ ഉൾപ്പെടെ പഹൽഗാം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തുന്ന സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി രേഖപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് തഹാവൂർ റാണയുടെ കൂടുതൽ മൊഴിയുടെ വിശദാംശം? മിന്നൽ സൂചിപ്പിച്ച പോലെ തന്നെ ഭീകരാക്രമണത്തിനെതിരെയുള്ള രാജ്യാന്തര പ്രതിരോധം തീർക്കുന്നതിനുള്ള ഇടപെടലുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. തഹാവൂർ റാണ പറയുന്നതനുസരിച്ച് മുംബൈ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2008 അദ്ദേഹം, അതായത് തഹാവൂർ റാണ 2008 ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്നും ഈ ആക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നവംബർ 20-21 തീയതികളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. അതുകൂടാതെ തന്നെ ഹാഡ്ലിയുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോൾമൻ ഹാഡ്ലിയും തഹാവൂർ റാണയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആസൂത്രകരായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇരുവർക്കും. അതോടൊപ്പം തന്നെ ആ പരിശീലനം നേടുന്നതിന് പുറമെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള പദ്ധതി ഇട്ടിരുന്നു ഹാഡ്ലി. അതിൻ്റെ ഭാഗമായി ഹാഡ്ലി ഇന്ത്യയിൽ എത്തിയിരുന്നു. 2003 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ നഗരങ്ങളിൽ ഹാഡ്ലി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്കറിയാം. അതോടൊപ്പം തന്നെ ഈ 2008 ഈ ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവരുടെ ആ സ്ഥലങ്ങളുടെ ഗ്രാഫ് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പഠനം താൻ നടത്തിയതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നടത്തിയിട്ടുള്ള മുംബൈ ആക്രമണത്തിന് കൃത്യമായിട്ടൊരു പിൻബലം അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ തഹാവൂർ റാണ വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി തനിക്ക് സൗദി അറേബ്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ അതിൻ്റെ ഭാഗമായി നേടിയിട്ടുണ്ട് എന്നും റാണ ഈ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹാഡ്ലിയുടെയും റാണയുടെയും ഒക്കെ സന്ദർശനം നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ സഹായിച്ചിരുന്നത് ഇന്ത്യയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ഇമിഗ്രൻസിനെ സഹായിക്കുന്നു. അതായത് പുറത്തുനിന്നുള്ള ആളുകൾ രാജ്യത്തേക്ക് എത്തുമ്പോൾ അവരെ സഹായിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു നിയമോപദേശ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ നിയമോപദേശ കേന്ദ്രം തുടങ്ങിയത് ഹാഡ്ലിയാണ്. ഹാഡ്ലിയുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു നിയമോപദേശ കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിൽ. ആ നിയമോപദേശ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് വിവിധ നഗരങ്ങളിലെത്തുകയും അവിടെ ആ നഗരങ്ങളുടെ ബയോഗ്രഫി സംബന്ധിച്ച്, അതിൻ്റെ ജോഗ്രഫി സംബന്ധിച്ച്, അവിടെ എങ്ങനെ ആക്രമണം നടത്തണമെന്നത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണം നടത്തിയിരുന്നത്. ഇത് വലിയ വെളിപ്പെടുത്തലായി ഇപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു നിർണായക വിവരം പങ്കുവച്ചിരിക്കുന്നത് ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയാണ്. ആ പിന്തുണയോട് കൂടിയിട്ടാണ് ഹാഡ്ലിയും അതോടൊപ്പം തന്നെ തഹാവൂർ റാണയും പരിശീലനം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ നേടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മുംബൈ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന മൊഴിയിൽ. ഗൗതം ആമർകുഞ്ഞാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് തഹാവൂർ റാണ ദേശീയ അന്വേഷണ ഏജൻസി NIA പങ്കുവച്ചിട്ടുള്ളത്. ISI എന്ന് പറയുന്ന പാക് ചാര സംഘടനയ്ക്ക് ഇതിൽ എത്രത്തോളം പങ്ക് ഉണ്ട് എന്നുള്ള കാര്യവും ഇത് ഇപ്പോൾ മൊഴിയിൽ പറഞ്ഞിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്ക് ഇന്ത്യ രാജ്യാന്തര വേദിയിൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മൊഴി എന്നുള്ളതും പ്രധാനപ്പെട്ടത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.